പരതയാണ് അതിൽ പറയുന്നത്. ദ്വൈതം ഒട്ടുമേയില്ല. നീ തന്നെയാണ് സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അലയോ ദൈവമേ, അങ്ങ് തന്നെയാണ്, അല്പം പോലും പലതില്ല എന്ന് പറഞ്ഞു വച്ചു. ഗുരുവിൻ്റെ അദ്വൈത ദർശനത്തെ അരക്കിട്ട് ഉറപ്പിക്കുന്നൊരു കൃതി കൂടിയാണ് ദൈവദശകം. ഇനി 6-ാം ശ്ലോകത്തിലും അതേ തത്വം തന്നെയാണ് ഗുരു അവതരിപ്പിക്കുന്നത്. 6-ാം ശ്ലോകം: നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നമ്മളത് ചൊല്ലുമ്പോൾ മിക്കവാറും പേര് സായുജ്യം എന്ന് ചൊല്ലാറുണ്ട്. അവിടെ മോക്ഷം എന്നുള്ള അർത്ഥത്തിൽ സായുജ്യം എന്ന പദമാണ് അവിടെ ഗുരു ഉപയോഗിച്ചിരിക്കുന്നത്. സായുജ്യം അത് നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. അപ്പോൾ എപ്രകാരമാണോ സൃഷ്ടിയും സ്രഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും ജഗദീശ്വരൻ മാത്രമാകുന്നത്, അതുപോലെ ഗുരു പറയും വേദാന്ത സമ്മതമായ ഒരാശയത്തെ ലളിതമായ പദാവലികൾ കൊണ്ട് ഗുരു നമുക്ക് വീണ്ടും അതേ തത്വം തന്നെ ചേർത്ത് വെച്ച് തരികയാണ്. അതായത് മായ എന്ന് കേൾക്കുമ്പോൾ നീയല്ലോ മായയും, അലയോ ദൈവമേ നീ തന്നെയാണ് മായ. മായ എന്ന് പറഞ്ഞാൽ മായാമയമായ ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അതിൽ നമ്മളെല്ലാം ഉൾപ്പെടുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും സംശയമുള്ളൊരു കാര്യമാണ് ഈ മായ എന്ന് പറയുമ്പോൾ എന്താണ് മായ. അതിനെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ നീയല്ലോ മായയും മായാവിയും, മായ നീയാണ്, ആ മായ കാട്ടിത്തന്ന മായാവി നീയാണ്. മായാവി എന്ന് പറഞ്ഞാൽ മായയെ ഉണ്ടാക്കി കാണിക്കുന്നവനും നീ തന്നെയാണ്. സൃഷ്ടാവ് എന്ന് പറഞ്ഞ അർത്ഥം തന്നെയാണ് മായാവിയും നീ തന്നെ. ഇനി ആ മായയിൽ വിനോദിക്കുന്നവൻ, ആ മായ കൊണ്ട് സുഖദുഃഖാദികളെ അനുഭവിപ്പിക്കുന്നവനും അതിൽ വിനോദിക്കുന്നവനും നീ തന്നെയാണ്. ഇനിയോ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയ്ക്ക് വക നൽകിക്കൊണ്ട് ആ മായയെ നീക്കിയിട്ട് നമ്മളെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക്, ഈശ്വരനിലേക്ക്, സായുജ്യത്തിലേക്ക് അടുപ്പിക്കുന്നതും നീ തന്നെയാണ്. വളരെ വിചിത്രമായ കുറച്ച് കാര്യങ്ങൾ ഗുരു ഒരൊറ്റ ചിമിടിലാക്കി ചേർത്ത് വെച്ചിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. ദൈവമല്ലാതെ മറ്റൊന്നുമില്ല, ദൈവശക്തി അല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല എന്ന് ഗുരു വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ മായ എന്നൊരു വാക്ക് നമുക്ക് വിചാരം ചെയ്യേണ്ടതുണ്ട്. അതായത് ഈശ്വരൻ്റെ അനന്യമായ ശക്തി വിശേഷമാണ് മായ. അനന്യം എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ നിന്നും ഭിന്നമല്ലാത്ത ഈശ്വരൻ്റെ ശക്തിയാണ് മായ എന്ന് പറയുന്നത്. അതായത് ശക്തിയും ശക്തനും രണ്ടല്ലാന്ന് ആദ്യം നമ്മൾ ഓർക്കണം. ഒരു ഫയർമാൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തി അദ്ദേഹത്തിൽ നിന്നും ഭിന്നമല്ല. അഗ്നിയിൽ നിന്നും ഭിന്നമല്ല അതിൻ്റെ ചൂട്, വെള്ളത്തിൽ നിന്നും ഭിന്നമല്ല അതിൻ്റെ തണുപ്പ്. എടുത്തു മാറ്റാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ ഈശ്വരൻ്റെ അനന്യമായ ശക്തിവിശേഷമാണ് മായ. ശക്തിയും ശക്തനും രണ്ടല്ല, ഒന്നാണ് എന്ന് ആദ്യം ഓർക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വേദാന്തത്തിലെ ദാർശനികമായ വലിയൊരു തത്വത്തെ ഉൾക്കൊള്ളുന്ന ഒരു ശ്ലോകമാണ് 6-ാമത്തെ ശ്ലോകം. ഇപ്പൊ നമ്മൾ മായയെ കുറിച്ച് പറയുമ്പോൾ എല്ലാം ഇനി കേൾക്കുന്നവരുണ്ടെങ്കിൽ വെറുതെ ഒന്ന് കുറിച്ചിടുക. മായാദർശനം, ദർശനമാലയിലെ മായാദർശനം. ഗുരു 10 ശ്ലോകങ്ങൾ കൊണ്ട് മായയെ വ്യക്തമായി, അതായത് ഭാരതത്തിലെ അധ്യാത്മശാസ്ത്രങ്ങൾക്കെല്ലാം മാതൃകയാക്കിക്കൊണ്ട് മായ എന്താണെന്ന് ഗുരു 10 ശ്ലോകങ്ങളെ കൊണ്ട് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ന വിദ്യതേ യാ സാ മായ, വിദ്യ അവിദ്യ പരാ അപര, തമഃ പ്രധാനം പ്രകൃതിരിതി ബഹുധാ സൈവ കഥ്യതേ. പേടിക്കണ്ട, വളരെ ലളിതമാണത്. അതായത് ന വിദ്യതേ യാ സാ മായ എന്ന് പറഞ്ഞാൽ ന വിദ്യതേ യാതൊന്നാണോ പ്രത്യക്ഷത്തിൽ കാണുവാനില്ലാത്തത്,
വ്യക്തമായ രൂപത്തോടു കൂടി പ്രത്യക്ഷത്തിൽ കാണാനില്ലാത്തതിനെയാണ് മായ എന്ന് പറയുക. അപ്പൊ എന്നെ കാണുമ്പോൾ എൻ്റെ ഭൗതികമായ ശരീരമല്ല ഞാൻ, അതിനപ്പുറം ഒരു ചൈതന്യം എന്നിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ണുകൊണ്ട് കാണാനോ നോക്കിയോ കണ്ടോ മണത്തോ രുചിച്ചോ ഒന്നും അറിയാൻ പറ്റില്ല. നമ്മൾ കാണുന്ന വെറും നാമവും രൂപവും മാത്രമാണ്. അതിനപ്പുറമുള്ള ശക്തിയെ നമുക്ക് അനുഭവിച്ചറിയാനോ കാണാനോ പറ്റാത്തത് കൊണ്ടാണ് ഇതിനെ മായ എന്ന് വിളിക്കുന്നത്. അത് ആദ്യം ഓർക്കണം. അപ്പോൾ നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്തിൽ ഞാൻ അജി സാറിനെ കാണുന്നുണ്ട്, അജി സാർ ഈ ലോകത്തെ കാണുന്നുണ്ട്, ഞാൻ ഈ ലോകത്ത് എത്ര വർഷമായി ജീവിക്കുന്നു. അപ്പോൾ ഈ ജീവിക്കുന്ന ലോകം മായ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്: കാണുന്ന കാഴ്ചയിലെ കാണാത്ത പരമ്പൊരുളിനെ നമ്മൾ അറിയാത്തത് കൊണ്ടാണ് ഇതിനെ മായ എന്ന് വിളിച്ചത്. സത്യത്തെ അറിയാത്തത് കൊണ്ടാണ് മായ എന്ന് വിളിച്ചത്. പുറമൂടിയാണ് നമ്മൾ കാണുന്നത്. ആ പുറമൂടി മാറ്റി സത്യത്തെ അറിയാത്തത് കൊണ്ടാണ് ഇതിനെ മായ എന്ന് സത്യദർശികൾ വിളിച്ചത്. അതായത് മായയ്ക്ക് ഇത് എൻ്റെ ക്ലാസ്സിലിരിക്കുന്നവരൊക്കെ കൃത്യമായി ഇത് കേട്ടിട്ടുണ്ടാവും. അതായത് ആവർത്തനം സത്യത്തെ ഉറപ്പിക്കാൻ സഹായിക്കും എന്ന ഒരു മുൻവിധിയോടുകൂടി പറയട്ടെ. ഗുരു 10 ഭാവങ്ങൾ പറയുന്നതിൽ ഒന്നാണ് വിദ്യാശക്തി. മായയുടെ 10 ഭാവങ്ങൾ ദർശനമാലയിൽ പറയുന്നുണ്ട്. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഒന്ന് വിദ്യാശക്തിയാണ്. വിദ്യാശക്തി നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഈ സത്സംഗങ്ങളിൽ വരാൻ തോന്നണതും ദൈവത്തെ കേൾക്കണമെന്ന് തോന്നണതും ഈ പ്രപഞ്ചത്തിന്റെ നശ്വരതയ്ക്ക് അപ്പുറം ഒരു സത്യമുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നതാണ് വിദ്യാശക്തി. ഈ കാണുന്ന എന്താ പറയുക, അനിത്യമായ പ്രപഞ്ചത്തിനപ്പുറം നിത്യമായ ഒരു സത്യമുണ്ടെന്ന് നമ്മെ പഠിപ്പിച്ചു തരുന്ന ശക്തിയാണ് വിദ്യാശക്തി. ഇനി വിദ്യാശക്തി ഉള്ളവർക്ക് ഇതൊക്കെ കേൾക്കാൻ പോലും പറ്റൂല, ഇല്ലെങ്കിൽ അവരപ്പം സ്കിപ്പാക്കി കളയും, പറ്റത്തില്ല. ഇനി അവിദ്യാശക്തിയിൽ അഭിനമിക്കുന്നവർക്ക് ഈ കാണുന്ന പ്രപഞ്ചവും ഞാൻ അനുഭവിക്കുന്ന ലോകവും എൻ്റെ ശരീരവും ഞാനും മാത്രം സത്യം, അതിനപ്പുറം ഒരു സത്യമുണ്ടെന്ന് അറിയില്ലാത്തവരെയാണ് അവരെ പറയുന്ന അവരിലിരിക്കുന്ന ശക്തിവിശേഷമാണ് അവിദ്യാശക്തി. അവർക്കൊരിക്കലും ഇതിനപ്പുറം ഒരു സത്യമുണ്ടെന്ന് യുക്തിവാദവും പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ആ യുക്തിവാദം പറയാൻ ഉപയോഗിച്ച ശക്തി പോലും ദൈവശക്തിയാണെന്ന് അറിയാതെ പറയുന്നവരാണ് അവിദ്യാശക്തി. പിന്നെ കുറേ ശക്തിവിശേഷങ്ങൾ അവിടെ പറയുന്നുണ്ട്. വിദ്യ, അവിദ്യ, പിന്നെന്താണ് തമസ്, പര, അപര, നമുക്ക് പല ശക്തികളെ പറയുന്നുണ്ട്. അതായത് പര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത്, അപരാശക്തി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെ അനുഭവിപ്പിക്കുന്ന ശക്തി, തമസ് നമ്മുടെ സ്വരൂപത്തെ മൂടിയിരിക്കുന്ന ഇരുട്ടെന്ന ശക്തി, പിന്നെ പ്രധാനം ഈ സമസ്ത ലോകത്തെയും ഒരു 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 വിത്തിൽ വൃക്ഷം എന്നതുപോലെ സൂക്ഷ്മമായി ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ശക്തിയുണ്ട്, അതിനെ പ്രധാനം എന്ന് പറയും. പിന്നെ പ്രകൃതി, ഏകമായ ആ പിന്നെ സത്വരജസ് തമോ ഗുണങ്ങളെ പലതായിട്ട് കൽപ്പിച്ചിരിക്കുന്നതിനെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. അതായത് ഒന്നായതിനെ വേറിട്ട് കാണിച്ചു തരുന്നു, ഒന്നായ സത്യ മൂലപ്രകൃതിയെ പലതായി കാണിച്ചു തരുന്നതിനെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു ഉദാഹരണത്തിന് പറഞ്ഞെന്നേ ഉള്ളൂ. അതായത് മായാദർശനത്തിൽ ഗുരു മായയുടെ വിശദീകരണം വളരെ നന്നായിട്ട് നമുക്ക് നൽകുന്നുണ്ട്. മായ അനാദിയാണ്, ആദിയില്ല. ഇതെന്നാണ് ഈ പ്രപഞ്ചം തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ഉത്പത്തിക്ക് പറയാൻ പറ്റില്ല. ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ലല്ലോ. കണ്ടെത്തിയെങ്കിൽ ഇതാ ടീച്ചറെ ഇന്നതാണ് പ്രപഞ്ചത്തിന്റെ ഉത്പത്തി എന്നറിയാമെന്നുള്ളവർ പറഞ്ഞു, പക്ഷെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സത്യദർശികൾ പറയുന്നു അനാദിയാണ്, ആദിയില്ലാത്തവളാണ് മായ. പക്ഷേ ഒരു പ്രത്യേകതയുള്ളത് സാന്ത, അന്തമുണ്ട്. ഈ മായയുടെ കാരണം അന്വേഷിക്കാൻ പോകാതെ എന്താ ചെയ്യേണ്ടത്? വന്ന മായയെ ഒഴിച്ചു മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. ഒഴിച്ചു മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം അറിയുക. ഗുരു അങ്ങനെ മായയെ ഒഴിച്ചു മാറ്റി സത്യമറിഞ്ഞ് സത്യത്തിൽ ഇരുന്നു കൊണ്ടാണ് നമുക്കിത് പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അനാദിയാണിത്, പക്ഷേ സാന്ത, മായയെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും, ഈ പ്രപഞ്ച ഭ്രമത്തെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതായത് നമ്മൾ പറഞ്ഞു മായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വ്യക്തമായ രൂപത്തോടു കൂടി പ്രത്യക്ഷത്തിൽ കാണാനില്ലാത്തതാണ് മായ എന്ന് നമ്മൾ പറഞ്ഞു.
ആ മായയ്ക്ക് രണ്ട് ശക്തിവിശേഷങ്ങൾ പ്രധാനമായും പറയുന്നുണ്ട്: ആവരണ ശക്തിയും വിക്ഷേപ ശക്തിയും. ആവരണം എന്ന് പറഞ്ഞാൽ സ്വരൂപത്തെ മൂടുന്ന ശക്തി. വിക്ഷേപം എന്ന് പറഞ്ഞാൽ ആവരണ സ്വരൂപത്തെ മൂടിയിട്ട് അതിനെ മറ്റൊന്നായി കാണിച്ചു തരുന്നു. ആ കയറിനെ മറപ്പിക്കുന്ന ഇരുട്ട് ആവരണമാണെങ്കിൽ അതിനെ മറ്റൊന്നായി സർപ്പമായി കാണിച്ചു തരുന്ന ശക്തി വിക്ഷേപ ശക്തിയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് മായയ്ക്ക് രണ്ട് ശക്തിവിശേഷങ്ങളുണ്ട്: ആവരണമെന്നും വിക്ഷേപമെന്നും. ഇനി ഇത്രയൊക്കെ പറഞ്ഞത് ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഇത് പറഞ്ഞേ പറ്റൂ. ഇനി വളരെ ലളിതമായി ഈ തത്വത്തെ, മായയെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അതായത് ഗുരു ഒരിക്കലും ഇത്രയും വലിയ ദാർശനികമായ വേദാന്ത തത്വങ്ങളെ ഒരു സാധാരണക്കാരന്റെ മുന്നിലേക്ക് സത്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഉപയോഗിച്ചിട്ടില്ല. ഗ്രന്ഥരചനയിൽ ഗുരു ജിജ്ഞാസുക്കൾക്ക് വേണ്ടി ഇത് രചിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഗുരു ഇത് വളരെ ലളിതമായി ഒരു തൃശ്ശൂർ കൂർക്കഞ്ചേരിയിലെ അദ്വൈതാശ്രമത്തിൻ്റെ മുന്നിൽ ഗുരു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൈകുന്നേരം ഗുരുവിനെ തടഞ്ഞുകൊണ്ട് അതായത് ഗുരുവിൻ്റെ അടുത്തേക്ക് ആളുകൾ വന്ന് ശല്യമുണ്ടാക്കാതെ, അതായത് മൗനത്തെ തടസ്സം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കയർവേലിയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. ഒരു അന്തേവാസി മാത്രം നിൽക്കുന്നു, ഗുരു ഇരിക്കുന്നു. അപ്പോൾ ഗുരു ചോദിക്കുന്നുണ്ട്, പിന്നെ വേദാന്തത്തിൽ തത്വങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, ക്ലേശമുള്ളവ പലതുമുണ്ട്. പക്ഷേ മനസ്സിലാക്കാൻ എളുപ്പമുള്ളവയും ഉണ്ടല്ലോ, അവ നാം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പലവട്ടം പറയാറുള്ള ഒരു കാര്യമാണ്. പക്ഷെ മായയെ പറയാൻ ഇത് പറഞ്ഞേ പറ്റൂ. അപ്പോൾ അന്തേവാസിക്ക് പിന്നെയും അത് കേൾക്കണം എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമ്പോൾ ഗുരു പറയുകയാണ്, അവൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം തന്നെയാണ് മാതൃകയാക്കി കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ വസ്ത്രം എന്ന് പറയാം. അപ്പോൾ ഈ വസ്ത്രം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് സ്വാമി. അപ്പോൾ ഈ വസ്ത്രത്തിൽ നിന്ന് ഈ വസ്ത്രം ഒന്ന് പിരിക്കൂ എന്ന് പറഞ്ഞു. പിരിക്കൂ എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് വിശ്ലേഷിക്കാൻ, അതിനൊന്ന് വേർപെടുത്താൻ. അപ്പോൾ വേർപെടുത്തിയപ്പോൾ വസ്ത്രം ഇല്ലാണ്ടായി, നൂല് മാത്രം. ഇത് ശ്രദ്ധിക്കണം കേട്ടോ, നൂല് മാത്രം അവശേഷിച്ചു. വസ്ത്രമില്ല, നൂലേ ഉള്ളൂ. പിന്നീട് പറയണം, ഇപ്പോൾ വസ്ത്രമുണ്ടോ? ഇല്ല, നൂലാണുള്ളത്. എങ്കിൽ ആ നൂലിനെയും ഒന്ന് വിശ്ലേഷിക്കൂ, ഒന്ന് പിരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, അത് പിരിച്ചു കഴിഞ്ഞപ്പോൾ അത് നൂല് എന്തുകൊണ്ടാണോ ഉണ്ടാക്കിയത്, പഞ്ഞിയാണെങ്കിൽ അത് പഞ്ഞിയായിട്ട് മാറി. ഇപ്പം വസ്ത്രവുമില്ല, നൂലുമില്ല. ഇത് സത്യത്തിൽ നമ്മൾ ഇതെല്ലാം മനസ്സിലേക്ക് ധ്യാനിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. ഒരു കഥ കേൾക്കണ പോലെ അല്ലെങ്കിൽ വെറും ഒരു ക്ലാസ് കേൾക്കണ പോലെ കേൾക്കേണ്ടതല്ല ഇത്. ചിന്തിക്കൂ, ഇതിനെ കൂടി നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് അപ്പോൾ വസ്ത്രമില്ല, നൂലില്ല, പിന്നെ പഞ്ഞി മാത്രമുണ്ട്. ഇനി പഞ്ഞിയെയും ഒന്ന് പിരിച്ചാലോ? ഇങ്ങനെ പിരിച്ച് വരുമ്പോൾ അത് മൂലഭൂത തന്മാത്രകളായിട്ട് മാറും. പഞ്ചഭൂത തന്മാത്രകളായിട്ട് മാറും. ആ പഞ്ചഭൂത തന്മാത്രകൾ ഏതിൽ നിന്നാണ് ഉണ്ടായത്? ദൈവശക്തിയിൽ നിന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അത് സൃഷ്ടിയും സൃഷ്ടാവൊക്കെ പറഞ്ഞപ്പോൾ, സൃഷ്ടിക്കുള്ള സാമഗ്രി പറഞ്ഞപ്പോൾ പഞ്ചഭൂത തന്മാത്രകളെ പറഞ്ഞതാണ്. അപ്പോൾ ഈ എത്തി നിൽക്കുന്നത് ആ പ്രപഞ്ചത്തിൽ, അതായത് പ്രപഞ്ച കാരണമായ പഞ്ചഭൂത തന്മാത്രകളിൽ നിന്നാണ്. പഞ്ചഭൂത തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത് ഈശ്വരനിൽ നിന്നാണ്. അപ്പോൾ അന്തേവാസി ചോദിക്കുകയാണ്, അപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നതോ സ്വാമി എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമുക്ക് വസ്ത്രം ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. അപ്പോഴാണ് ഗുരു പറയുന്നത്, ഒരു വസ്തുവിനെ പിരിച്ചാൽ അത് മറ്റൊന്നായി മാറുമെങ്കിൽ ആ വസ്തു ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നത് മായയാണ്, തോന്നൽ മാത്രമാണ്. മായ മീൻസ് ഒരു തോന്നൽ മാത്രമാണ്. ഉള്ളത് ബോധം മാത്രമാണ്, അത് പ്രകാശമാണ് എന്ന് പറഞ്ഞു തന്നതാ. അതുപോലെ നമ്മൾ ഓരോരുത്തരെയും പിരിച്ചു നോക്കിയാലും നമുക്ക് മനസ്സിലാകും, സത്യമല്ല അത് ഈ കാണുന്നതെല്ലാം എന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, നീയല്ലോ മായയും മായാവിയും. ആ മായയെ കാണിക്കുന്ന മായാവിയും നീ തന്നെയാണ്. ദൈവശക്തി തന്നെയാണ് മായ. ആ ദൈവത്തെ മറച്ചു പിടിക്കുന്നതും മായയാണ്. അതിനെ മറ്റൊന്നായി കാണിച്ച് ഭ്രമിപ്പിക്കുന്നതും മായയാണ്. സ്വയം അറിഞ്ഞിരുന്ന് മായാതലത്തിൽ വിനോദിക്കുന്നവനും അല്ലെങ്കിൽ വിനോദിക്കുന്നവളും നീ തന്നെയാണ്. വിനോദിക്കുന്നവനും നീ തന്നെയാണ്. അപ്പോൾ ദൈവശക്തിയാണ് മായ,
ദൈവത്തെ മറച്ചു പിടിക്കുക മാത്രമല്ല അതിനെ മറ്റൊന്നായി കാണിച്ച് ഭ്രമിപ്പിക്കുന്നതും, പിന്നെ അതിൽ വിനോദിക്കുന്നവനും, അതിനെ മാറ്റി നമ്മളെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നതും മായ തന്നെയാണ്. വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് ഈ പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, ദൈവദശകത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത്. അതായത് എന്താണ് പ്രപഞ്ചം മായയാണ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചത്തിൽ ഒന്നും എല്ലാ കാലത്തും നിലനിൽക്കുന്നില്ല. എല്ലാ കാലത്തും നിലനിൽക്കാത്തതായതുകൊണ്ടാണ് ഇതിനെ മായ എന്ന് പറഞ്ഞത്. ആ മായാ മൂടുപടം തുറന്ന് വളരെ ചെറുപ്രായത്തിൽ, അതായത് ഗുരുവിൻ്റെ 10-15 ആ ഒരു വയസ്സ് പ്രായത്തിലാണ് ഗുരു ഈ മായയെ നീക്കി മായാ മൂടുപടം തുറന്ന് മണിരംഗത്തിൽ പ്രകാശിക്കുന്ന കായാവിൻ്റെ മലർമേനി കണ്ട് അനുഭൂതി അനുഭവിച്ച അനുഭൂതി നമുക്ക് ശ്രീകൃഷ്ണ ദർശനത്തിലൂടെ എഴുതി തന്നു, ഗുരു പറഞ്ഞു തന്നു, രചിച്ചു തന്നു. അപ്പോൾ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ മായയെ പാടി പുകഴ്ത്തിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്, ജനിച്ചും മരിച്ചും പോകാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. അതായത് സത്യത്തിൻ്റെ മുഖം ഒരു പൊൻപാത്രം കൊണ്ട് മൂടി വെച്ചിരിക്കുക. ആ പൊൻപാത്രമാണ് ഈ പ്രപഞ്ചം. ആ പൊൻപാത്രം ധാരാളം മായ കാഴ്ചകൾ അവിടെയുണ്ട്. നമ്മളെ കണ്ണിനെ മത്തുപിടിപ്പിക്കുന്ന, മനസ്സിനെ രസിപ്പിക്കുന്ന, കാതിനെ ഇമ്പമാർന്നതാക്കുന്ന, നാവിന് രുചി തരുന്ന ഒക്കെ ആയിട്ട് നിരവധിയായ പൊൻകാഴ്ചകൾ ഇവിടെയുണ്ട്. കാരണം സത്യത്തിനെ ഒരു പൊൻപാത്രം കൊണ്ട് മൂടി വെച്ചിരിക്കുക. അപ്പം നമ്മൾ ഈ കാണുന്നതാണ് സത്യം എന്ന് കരുതി അതിനെ പാടി പുകഴ്ത്തി അങ്ങ് കടന്നു പോകും. പക്ഷേ ആ മൂടി ഒന്ന് തുറക്കാനോ അതിനപ്പുറം ഇരിക്കുന്ന ആ ആനന്ദത്തിൻ്റെ എന്താ പറയുക, അതിനെങ്ങനെ പറയാ, 1 കോടി ദിവാകരരൊത്തുയരുന്നത് പോലെയുള്ള ആനന്ദ അനുഭൂതിയെയും ഒക്കെ അനുഭവിക്കാൻ നമ്മൾ തയ്യാറാകാതെ, അതിനെ അറിയാൻ പോലും തയ്യാറാകാതെ മൂടിപ്പാത്രത്തെ പാടി പുകഴ്ത്തിക്കൊണ്ട് കടന്നു പോകുന്ന നമ്മളോടാണ് ഗുരു പറഞ്ഞത്, ഇതെല്ലാം മായയാണ്, ഇത് കാണിച്ചത് നീയാണ്, ഇത് കാട്ടി ഇതിൽ വിനോദിക്കുന്നവനും നീയാണ്, ഇതിനെ മാറ്റി സായുജ്യം നൽകുന്നവനും നീയാണ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതാണ് ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നുണ്ടല്ലോ, മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ടു സത്യമതിൻ മുഖം, തുറക്കുകതു നീ പൂഷൻ സത്യധർമ്മന്നു കാണുവാൻ. ഞാൻ സത്യം ജിജ്ഞാസുവായി മാറിയിരിക്കുന്നു. ഇനി എനിക്ക് ഈ മൂടിപ്പാത്രത്തെ പാടി പുകഴ്ത്തി കടന്നു പോകേണ്ട, അതൊന്ന് തുറക്കൂ, അതൊന്ന് മാറ്റൂ, ആ ആവരണം ഒന്ന് നീക്കൂ, ഞാൻ നിന്നെ ഒന്ന് അനുഭവിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അല്ലേ. അതൊക്കെ ആ സത്യത്തിലേക്കൊരു ജിജ്ഞാസു എത്തുന്നതിൻ്റെ സൂചകമായി പറയുന്ന വാക്കുകളാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുകയാണ്, മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും നീ തന്നെയാണ്. ആര്യൻ എന്ന വാക്ക് ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥമുണ്ട്, ഗുരു എന്നുള്ള അർത്ഥം പറയാം, ശ്രേഷ്ഠമായവൻ, പ്രാപിക്കപ്പെടേണ്ടവൻ എന്നുള്ള അർത്ഥം പറയാം ആര്യന്. മായയെ നീക്കി സായുജ്യം നൽകുന്ന ആര്യനും നീ തന്നെ. ആര്യൻ ശ്രേഷ്ഠൻ അല്ലെങ്കിൽ പ്രാപിക്കപ്പെടേണ്ടവൻ. നമ്മളെല്ലാവരും ഈ ലോക ജീവിതത്തിൽ എത്തിപ്പെടേണ്ട സത്യം ഈ പരമസത്യത്തിലേക്കാണ്, അല്ലാതെ ഒന്നുമല്ല. ആർക്കും വേണ്ടിയും ഒന്നിനും വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യ ശരീരം എടുത്തിട്ട് ഈ സത്യം അറിയാതെ പോയാൽ ഇനി മനുഷ്യജന്മത്തിൽ നിന്ന് പതിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പതിച്ചു പോകാതെ ഈ സത്യത്തിലേക്ക് എത്താനുള്ള വഴികളാണ് നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത്. ആ യാത്ര തുടരണം. കാരണം ഇത് തുടങ്ങി വെക്കണ്ടേ? ഇത്ര കാലമായി ഇങ്ങനെ ഈ പാടി പുകഴ്ത്തി പോകാൻ തുടങ്ങിയിട്ട്. അപ്പം അതുകൊണ്ട് ഈ സത്യമൊക്കെ ഒന്ന് അറിഞ്ഞു പോകണം നമ്മൾ. അപ്പം അതുകൊണ്ട് എനിക്ക് വേണ്ടത് സായുജ്യമാണ് എനിക്ക് വേണ്ടത്. അത് തരേണ്ടവൻ നീയാണ്. നിനക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. നിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ സായുജ്യത്തിൽ എത്താൻ സാധ്യമാവുകയുള്ളൂ. ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ 4 സ്റ്റെപ്സ് ഉണ്ട് ഈശ്വരനിലേക്ക് എത്താൻ. ഒന്നാമത്തത് സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. സാലോക്യം എന്ന് പറഞ്ഞാൽ ഭഗവാനെ, ദൈവത്തെ കാണുക.
സാമീപ്യം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ അടുത്തേക്ക് വരിക. സാരൂപ്യം എന്ന് പറഞ്ഞ ദൈവം തന്നെയാണ് ഞാൻ എന്ന് അറിയുക. സായുജ്യം എന്ന് പറഞ്ഞാൽ ഭക്തൻ ഭഗവാനായി മാറുക. ഭക്തിയുടെ പാരമ്യത അതാണ്. ഭക്തി എന്തെന്ന് പറഞ്ഞാൽ അതാണ്. ഭക്തൻ ഭഗവാനാണെന്ന് അറിയുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണത്. നമ്മുടെയൊക്കെ വാട്സപ്പിൻ്റെയൊക്കെ DP നോക്കിയാൽ കാണാം എത്രയോ രൂപങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉറപ്പെന്നാണ് നമ്മൾ പറയുന്നത്. ഈ രൂപങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുള്ള പൊരുളിനെ അറിയാനുള്ള വെറും ഉപാധികൾ മാത്രമാണ് എന്ന് നമ്മൾ ഇനി എത്ര ജന്മം കഴിഞ്ഞാലാണ് തിരിച്ചറിയാമെന്നൊന്നും അറിയില്ല. അപ്പൊ എനിക്ക് ഭഗവാനുമായി ചേർന്നാൽ മതി. ദൈവമേ നിനയ്ക്ക നീയും ഞാനും ഒന്ന് തന്നെ എന്ന് കൈവരണം. അതാണ് എനിക്ക് വേണ്ടത്. അതിനപ്പുറം ഒന്നും എനിക്ക് വേണ്ട. ഒരു പറഞ്ഞില്ലേ, നാമും ദൈവവും ഒന്നായി പോകുന്നു, നാം ദൈവത്തോട് ഒന്നായി പോകുന്നു അല്ലെ, നാമും ദൈവവും ഒന്നായിരിക്കുന്നു, നമുക്കിനി വ്യവഹരിച്ചുകൂടാ എന്നൊക്കെ ഗുരുവിൻ്റെ ഗദ്യകൃതികളിലെ ദൈവചിന്തനത്തിലും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈശ്വരൻ നമ്മിൽ നിന്നും ഭിന്നമായ ഒന്നല്ലെന്നും ഈശ്വരന്റെ അനന്യമായ ശക്തിവിശേഷമാണ് നമ്മളിൽ പ്രതിബിംബിതമായിരിക്കുന്നതെന്നും അറിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ശമിച്ചു തുടങ്ങും എന്നുള്ളതാണ്. ദൈവമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഗുരു പിന്നെയും പിന്നെയും പറയുകയാണ് നമ്മളോട്. അതായത് അന്വേഷകനും അന്വേഷണ വസ്തുവും ഒന്നാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അന്വേഷണ വസ്തുവിൽ എത്തുമ്പോൾ രണ്ടും ഒന്നാണെന്ന് അറിയുക. സമുദ്രത്തിന്റെ ആഴമളക്കാൻ പോയ ഉപ്പുപാവ അവസാനം ആ ഉപ്പായി മാറിയതുപോലെ ഭക്തൻ ഭഗവാനായി മാറുന്ന അനുഭവത്തിനപ്പുറം ഒന്നും ഗുരു നമുക്ക് പറഞ്ഞു തരുന്നില്ല. ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഗുരു നമുക്ക് തരുന്നത്. എവിടെ കൊണ്ടേ എത്തിക്കുന്നൊന്നും ഗുരു പറഞ്ഞു തരുന്നില്ല. അതാണ് ദൈവദർശനത്തിന്റെ ശ്രേഷ്ഠത. ഇനി അസത്യദർശനത്തിൽ 8-ാം ശ്ലോകം, മായാദർശനത്തിൽ 10 ശ്ലോകങ്ങളും മായയെ കുറിച്ച് പറഞ്ഞു തന്നു. ഇനി അസത്യദർശനം, അധ്യാരോപം, അപവാദം, അസത്യം, മൂന്നാമത്തെ ദർശനമാണ് ദർശനമാലയിലെ. അതിൽ ഗുരു പറയുകയാണ്, മായൈവ ജഗതാമാദികാരണം നിർമ്മിതം തയാ സർവം ഹി മായിനോ നാന്യദസത്യം സിദ്ധിജാലവതം. വെറുതെ ഒന്ന് കുറിച്ച് വെച്ചോട്ടാ. ദർശനമാല അസത്യ ദർശനം ശ്ലോകം 8. ഇങ്ങനൊരു ദർശനമൊക്കെ ഗുരു എഴുതിയിട്ടുണ്ട് എന്നൊക്കെങ്കിലും നമുക്കറിയണ്ടേ. ദർശനമാലയിൽ അസത്യ ദർശനം, ഈ കാണുന്നത് അസത്യമാണ്. ഈ കാണുന്ന പ്രപഞ്ചം സത്യമല്ല. ആ പ്രപഞ്ചത്തിനെ മറനീക്കി സത്യത്തെ കാണിച്ചു തരികയാണ് അസത്യദർശനത്തിലൂടെ. 8-ാം ശ്ലോകത്തിൽ ഗുരു തന്നെ പറയുകയാണ്, മായൈവ ജഗതാമാദികാരണം, ജഗതാം ആദികാരണം മായയേവ. പ്രപഞ്ചത്തിന്റെ കാരണം ഈ ബ്രഹ്മശക്തിയായ മായ തന്നെയാണ്. എന്നിട്ട് പറയാണ്, തയാ നിർമ്മിതം സർവം സിദ്ധിജാലവത് അസത്യം. ഈ ബ്രഹ്മശക്തി ഉണ്ടാക്കി കാണിക്കുന്ന ഈ പ്രപഞ്ചമാകുന്ന പ്രപഞ്ചത്തിലെ സകലതും ഒരു ഇന്ദ്രജാലക്കാരന്റെ ഇന്ദ്രജാല വിദ്യ പോലെ അസത്യമാണ്. ഒരു നല്ല മജീഷ്യൻ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ട് നിരവധിയായ വസ്തുക്കളെ അദ്ദേഹം തന്നെ സൃഷ്ടിച്ചു കാണിക്കുമ്പോൾ നമ്മൾ അത്ഭുതം കൊണ്ട് അത്ഭുതപരിതന്ത്രരായിട്ട് മാറും. ഇതൊക്കെ സത്യമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും. പക്ഷേ ആ ഇന്ദ്രജാലക്കാരന്റെ കഴിവ് അദ്ദേഹം പ്രകടമാക്കിയത് മാത്രമാണ്. ഇന്ദ്രജാലക്കാരൻ മാത്രമാണ് സത്യം. അദ്ദേഹം കാണിച്ചു കൂട്ടിയ വസ്തുക്കളൊന്നും സത്യമല്ല. അതൊക്കെ നമ്മുടെ കണ്ണിനെ കെട്ടിയിട്ടതാണ്, ഭ്രമിപ്പിച്ചതാണ്, തെറ്റായി കാണിച്ചു തന്നതാണ്. അപ്പോ അതുപോലെ മായിനഹ അന്യത് എന്ന ഈ പ്രപഞ്ചമാകുന്ന ഈ മായയെ കാണിച്ചു തന്ന മായാവിയായ ജഗദീശ്വരനിൽ നിന്നും ഭിന്നമായി മറ്റൊന്നും ഇല്ല എന്ന് പറയാണ്. ജഗദീശ്വരനിൽ നിന്നും ഭിന്നമായി മറ്റൊന്നുമില്ല. അതായത് ഇന്ദ്രജാലക്കാരൻ കാണിച്ച സിദ്ധിവിശേഷം പോലെ തന്നെയാണ് ജഗദീശ്വരൻ ഈ പ്രപഞ്ച ലീലകളാടിയത് എന്ന് ഗുരു പലയിടത്തും ആ ഒരു ഇന്ദ്രജാലക്കാരന്റെ ദൃഷ്ടാന്തം എടുത്തു പറയുന്നുണ്ട്. ഇനി ഇപ്പൊ നമ്മൾ എത്ര എണ്ണം പറഞ്ഞു മായയെ കുറിച്ച് പറയാൻ? ദർശനമാലയിലെ മായാദർശനം പറഞ്ഞു, അസത്യ ദർശനത്തിൽ 8-ാം ശ്ലോകം പറഞ്ഞു. ഇനി അധ്യാരോപ ദർശനത്തിൽ 2-ാം ശ്ലോകം. ദർശനമാല
അധ്യാരോപ ദർശനം 2-ാം ശ്ലോകം. വാസനാമയമേവാദൗ ആസീദിതമഥ പ്രഭു അസൃജൻ മായയാ സ്വസ്യ മായാവീവ അഖിലം ജഗത്. അതായത് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ജഗദീശ്വരന്റെ ഉള്ളിൽ വാസനാരൂപത്തിൽ ഇരുന്നിരുന്നു. ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ് ആ ചിത്രം വാസനാരൂപത്തിൽ ചിത്രകാരന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ദുർഗാദാസ് നല്ലൊരു ഗാനം പാടി. ആ ഗാനം വൈഖരിയായി പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അത് ദുർഗാദാസിന്റെ ഉള്ളിൽ അതിന്റെ ആ സംസ്കൃതിയിൽ അത് സങ്കല്പത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്. അത് പുറത്തു വന്നതാണ് നമ്മളിപ്പോൾ വൈഖരിയായിട്ട് കേട്ടത്. അതുപോലെ ഈ പ്രപഞ്ചം മുഴുവനും വാസനാരൂപത്തിൽ ജഗദീശ്വരനിൽ ഇരുന്നിരുന്നു. എന്നിട്ട് ഒരു മായാവിയുടെ മായാജാലം പോലെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. കാരണം അല്ലാന്ന് നമുക്ക് ഇത് എന്തായി പറയുന്നത്, ഇങ്ങനെ അല്ലാന്ന് പറയണമെങ്കിൽ പിന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞു തരണം. അത് ശാസ്ത്രം പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ മഹാഗുരുക്കന്മാർ ഈ സത്യത്തെ തന്നിൽ തന്നെ സാക്ഷാത്കരിച്ചിട്ട് ഈ മായയെ അറിഞ്ഞിട്ട് ഈ പ്രപഞ്ചത്തെ അറിഞ്ഞിട്ട് ഈ അനിത്യതയെ അറിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നതാണ് ഈ വാക്കുകളൊക്കെ. അതുകൊണ്ടാണ് യാ മാ സ മായ. ശങ്കരാചാര്യർ പറയണതാണ്, യാതൊന്നാണോ പാരമാർത്ഥികമായിട്ട് അല്ലാതെ സത്യമായിട്ട് ഇല്ലാത്തത് അതാണ് മായ. യാ മാ സ മായ. അപ്പൊ പറയണം, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. മായാവിനോദനും അതായത് ഈ എന്താ പറയാ, മായയാകുന്ന വിനോദത്തോടു കൂടിയവനും നീയാണ്. മായയാകുന്ന വിനോദത്തോടു കൂടിയവനും നീയാണ് എന്ന് പറയാണ്. അതായത് നിന്നിൽ നിന്ന് ഭിന്നമായി മറ്റൊന്നും തന്നെ ഇല്ല. ലൗകിക ജീവിതത്തിലെ സുഖപരതയിൽ നമ്മളൊക്കെ അഭിരമിക്കുന്നവരാണ്. എത്രയോ ഭൗതിക സുഖങ്ങളിൽ അഭിരമിക്കുന്നവരാണ് നമ്മൾ. അവയൊക്കെ അനിത്യമാണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട്. രാമായണമൊക്കെ പറഞ്ഞ പോലെ ഒരു പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട തവള, അതിൻ്റെ തല മാത്രം പുറത്തുണ്ടെങ്കിൽ പോലും ആ നാവ് ഉപയോഗിച്ച് ഇരയെ പിടിക്കാനായിട്ട് വെമ്പുന്ന ഒരു ഭോഗതൃഷ്ണതയുണ്ട് മനുഷ്യൻ്റെ. തൊട്ടടുത്ത് നിമിഷം മരിക്കുമെന്നറിഞ്ഞാൽ പോലും ആ ഇരിക്കുന്ന അത്ര ജീവിതം ഒരിക്കലും അത് അനിത്യമാണെന്ന് ചിന്തിക്കാൻ അവനെ കൊണ്ട് സാധ്യമല്ല. അത്രയും മായയിലാണ് നമ്മളിരിക്കുന്നത്. അനിത്യം അസുഖം ലോകം, ഇത് അനിത്യമാണെന്ന് എത്ര പറഞ്ഞ് പഠിപ്പിച്ചാലും നമ്മളിത് വെറും പാഠപുസ്തകത്തിലെ അറിവായിട്ട് വെറും അക്ഷരങ്ങളായിട്ട് മനസ്സിൽ വായിച്ച് തള്ളിക്കളയും. നമ്മളിതിനെ ഉള്ളിലേക്ക് എടുക്കാൻ കൂട്ടാക്കില്ല. കാരണം നമ്മൾ ഇതിനെ അത്രയും വിശ്വസിച്ചിരിക്കുക ഈ പ്രപഞ്ചത്തെ. എന്തിനാ ഇതിങ്ങനെ പറഞ്ഞു തന്നെയെന്ന് വെച്ചാൽ ഭയമില്ലാണ്ടാക്കാനാണ്. ഈ കൂട്ടി വെച്ചിരിക്കുന്ന തൻ്റേതുകളെ ഒന്ന് വിടുന്ന നിമിഷത്തിൽ നമ്മളിവിടെ കിടന്ന് പെടയും. ആ പിടച്ചിലുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ ലോകഭയത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളോട് ഈ സത്യത്തെ ഗുരുക്കന്മാർ പറഞ്ഞു തരികയാണ്. നമ്മൾ ശരീരത്തെ എത്ര ഇഷ്ടപ്പെടുന്നു എന്നറിയോ? നമ്മുടേതായ ബന്ധുക്കളെ, നമ്മുടേതുകളെ നമ്മൾ എത്ര ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അവർക്കൊരു കുഞ്ഞു നോവ് വന്നാൽ പോലും നമ്മൾ സഹിക്കത്തില്ല. കാരണം അത്രയും അഹന്തയും മമതയും ഒക്കെ നമ്മളിലുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് അതൊക്കെ എന്താണ് എന്നുള്ളതിൻ്റെ കറക്റ്റായ രൂപം ഒന്ന് പിടികിട്ടും. എന്നിട്ട് കുറച്ചൊക്കെ ഒന്ന് മനസ്സിനെ അടക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് പഠിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ഭൗതികത്തിൽ കൂട്ടി വെച്ചിരിക്കുന്ന വസ്തുക്കൾ, മക്കളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തായിക്കൊള്ളട്ടെ, ജോലി ആയിക്കൊള്ളട്ടെ, എല്ലാം അത് അനിത്യമെന്ന് തിരിച്ചറിയാതെ അതിൽ അഭിരമിക്കുന്ന നാമും മായാവിനോദം തന്നെയാണ്. പറയാറില്ല, എനിക്കിനി എൻ്റെ വലിയൊരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ രാജ്യങ്ങൾ സഞ്ചരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ചിലർ പറയാറുണ്ട്, എനിക്കിനിയും ഒരു വലിയ കാറ് വാങ്ങി, ഇപ്പോൾ ഉള്ള കാറിനേക്കാൾ എത്രയും ബ്രാൻഡഡ് ഇതിന് വില കൂടിയ കാറ് വാങ്ങുകയാണ് എൻ്റെ ലക്ഷ്യം. നമുക്കെന്നെ ചിരി വരും ചിലപ്പോൾ. ഈ കാറ് വാങ്ങിയാൽ ഈ കാറിൽ അവൻ ആനന്ദിക്കുന്ന നിമിഷം വളരെ കുറച്ച് നിമിഷം ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം തൊട്ടടുത്ത നിമിഷം അവനിലേക്ക് മറ്റൊരാഗ്രഹം കയറി വരികയാണ്. അപ്പോൾ ഇതൊന്നുമല്ല, അപ്പുറം എത്രയോ ആനന്ദമാണ് നമ്മളിലുള്ള സ്വരൂപത്തെ ഒന്ന് അറിയുക.
പിന്നെ നമ്മൾക്ക് പുറത്തെ ഒരു വസ്തുവും നമ്മളെ ഭ്രമിപ്പിക്കില്ല. അതായത് ഇന്ദ്രജാലക്കാരൻ്റെ ഇന്ദ്രജാലം പിടികിട്ടിയാൽ പിന്നെ നമ്മൾ അദ്ദേഹം കാണിക്കുന്ന കോപ്രായം കണ്ട് അത്ഭുതപ്പെടുവോ? ഇല്ല. അദ്ദേഹം എന്തെല്ലാം ഉണ്ടാക്കി കാണിച്ചാലും ഇത് ഇത്രയേ ഉള്ളൂ നമുക്കറിയാം. അതുപോലെ ഇത് അനിത്യമാണെന്നും ഇതിൽ സത്യത്വം ഇല്ല എന്നും അറിയുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഒന്നും നമ്മെ വേദനിപ്പിക്കില്ല. അത് തന്നെയാണ് സത്യം. അപ്പോൾ മായാവിനോദനും നീ തന്നെ. അപ്പോൾ മായയാകുന്ന വിനോദത്തോട് കൂടിയവനാണ് മായാവിനോദൻ എന്ന് പറഞ്ഞു. അപ്പോൾ പറയാണ് നിന്റെ ലീല, ഈശ്വരന്റെ ലീല, കളി മഹാത്ഭുതം തന്നെയാണ്. അല്ലാത്തൊരു കളിയാണ് ഭഗവാനെ ഞങ്ങളെ ഇട്ട് നീ ഇങ്ങനെ ഈ ലോക ജീവിതത്തിലിട്ട് കഷ്ടപ്പെടുത്തുന്നത് അല്ലേ. നിന്റെ വിനോദമാണല്ലോ സൃഷ്ടി. നിന്റെ വിനോദമാണ് ഈ സൃഷ്ടിയും പിന്നെ നിലനിർത്തലും സംഹരിക്കലും ഒക്കെ. അതേ വിനോദത്താൽ നിന്റെ വിനോദം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളെല്ലാം കുറച്ചു കാലം നിലനിന്നും മറഞ്ഞു പോവുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ കളിയാണെന്ന്, വിനോദമാണെന്ന് സത്യദർശികൾ പറയുന്നു. നമ്മൾ ആ കളിയിൽ പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഇത് കളിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ ദുഃഖം ഒഴിവാക്കാം, ആ കളിക്കാരനോടൊപ്പം കൂടെ ആസ്വദിക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ അതായത് ദൈവമാകുന്ന ഐന്ദ്രജാലികൻ തൻ്റെ ഇന്ദ്രജാല ശക്തിയായ മായയെ ഇളക്കി വിട്ടിട്ട് പ്രപഞ്ച നാടക ലീലകളാടി രസിക്കുകയാണ്. അത് ഗുരു പറയുകയാണ്. ഏതിലാണ് തേവാര പതികങ്ങളിൽ ഗുരു പറയുന്നുണ്ട്, എല്ലാ ഉയിരും നിന്നൊരു എല്ലാ ഉടലും നീ, എല്ലാ ഉലകും നിൻ കളിയല്ലാതവയില്ലേ. ഇവിടെയുള്ള എല്ലാ ഉയിരുകളും ജീവനുകളും നീയാണ്, എല്ലാ ഉടലുകളും നീയാണ്, എല്ലാ ഉലകവും നീയാണ്, നിന്റെ കളിയല്ലാതെ ഒന്നും ഇവിടെ ഇല്ല എന്ന് ഗുരു തമിഴ് കൃതിയിൽ പറയുന്നുണ്ട് അല്ലേ. എത്രയാ നമ്മളെയൊക്കെ എപ്പോഴും ഈശ്വരൻ്റെ കളി അറിയാതെ ദുഃഖങ്ങളിൽ മരണത്തിലൊക്കെ വളരെയധികം വേദനിക്കുന്നവരാണ്. നമ്മുടെ ശരീരം തന്നെ അനുനിമിഷം ചലിച്ച് പരിണമിച്ചുകൊണ്ടിരിക്കുക. അതായത് ഇന്ന് ഈ നിമിഷം നമ്മളുണ്ടെന്ന് പറയാനേ നമുക്ക് സാധ്യമുള്ളൂ. തൊട്ടടുത്ത നിമിഷം നമ്മളുണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അത് ഈശ്വരൻ്റെ കളിയിൽപ്പെട്ടതാ, അത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗുരു ശിവശതകത്തിൽ പറഞ്ഞത്, പലിത ജരാമരണങ്ങൾ പലപ്പോഴും പുലിയതുപോലെ വരുന്നു പിടിക്കുവാൻ, ഒലിവിതിനെങ്ങുവരും ഭഗവാനുടെ കളിവയൊക്കെ അനാദിയതല്ലയോ അല്ലേ. ഫലിതവും അതായത് ജരയും മരണങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പുലിയതുപോലെ എപ്പോഴാണ് നമ്മളെ പിടിക്കുക അറിയില്ല. ഒരു 10-30 വയസ്സൊക്കെ ആയി തുടങ്ങുമ്പോൾ തന്നെ ശരീരത്തിൽ നമ്മുടെ മുടിയൊക്കെ പതുക്കെ നരച്ചു തുടങ്ങും അല്ലേ, മീശയും താടിയൊക്കെ നരച്ചു തുടങ്ങും, ശരീരത്തിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ പതുക്കെ പോയി തുടങ്ങും അല്ലേ. അത് എത്ര മിനുക്കും തോറും ആ മിനുക്കുമ്പോൾ മാത്രം മിനുങ്ങിയിരിക്കും, പിന്നെ അത് അതിൻ്റെ സ്വാഭാവികമായ അവസ്ഥയിലേക്ക് പോകും അല്ലേ. ഒരു പുലി പോലെ പിടിക്കാൻ വരുന്ന ഗുരു പറയുക. എന്നിട്ട് പറയും ഇതിനെന്നാണ് ഒരു അവസാനം. ശരീരം അവസാനിച്ചാൽ വാസനയ്ക്കനുസരിച്ച് വീണ്ടും ജന്മമാണ്. ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ, സൂക്ഷ്മ ശരീരം നശിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇതിനെന്നാണ് ഒരു അവസാനം വരിക. മുടിവിതിനെങ്ങു വരും ഭഗവാനുടെ മായ യഹോ വലുതേ അല്ലേ. ഭഗവാന്റെ മായ, ആ മായയെ അറിഞ്ഞു തുടങ്ങിയാൽ അതായത് ജന്മങ്ങളുടെ എണ്ണം കുറയും. ഇത് ഭഗവാന്റെ കളിയാണെന്ന് ഇപ്പോൾ കേൾക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും. വലിയൊരു തത്വദർശനമാണ്, നമുക്ക് ബോറടിക്കും, ടീച്ചർ എപ്പോഴാണ് നിർത്തണേന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ ഇതിനെക്കുറിച്ച് ചുമ്മാ ഒന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും ഇത് എന്നെക്കുറിച്ച് പറയുന്ന സത്യമാണ്. ഇത് മറ്റാരെ കുറിച്ചല്ല, എന്നെക്കുറിച്ചാണ് ഇത് പറയുന്നത്, എൻ്റെ ജീവിതമാണ് ഈ പറയുന്നത് എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അതായത് ഈശ്വരൻ്റെ നമ്മൾ പറഞ്ഞില്ലേ മായാവിനോദനം നീയാണെന്നല്ലേ പറഞ്ഞു വെച്ചത്. അതായത് ഒരു കൊച്ചുകുട്ടി ഒരു ഇലയും കമ്പൊക്കെ കൊണ്ടൊരു വീടുണ്ടാക്കിയിട്ട് രസിക്കുക. എന്നിട്ട് അവൻ വീടൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതൊരൊറ്റ തട്ടാണ്, തട്ടി തെറിപ്പിച്ച് കളഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് ഓടുകയാണ്, അവൻ്റെ ശരിയായ വീട്ടിലേക്ക് അവൻ ഓടുകയാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയ സമയത്ത് അവൻ നല്ലതായിട്ട് ആനന്ദിച്ചിരുന്നു.
അതുപോലെ തന്നെയാണ് ഒരു മണ്ണുകൊണ്ട് വീടുണ്ടാക്കി കളിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ എത്ര നേരം കൊണ്ടാണ് ഒരു വീട് മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്നത്, പക്ഷേ അത് കഴിയുമ്പോൾ ഒറ്റ തട്ടാണ്. അപ്പോൾ ഉണ്ടാക്കിയ അത്രയും സമയം അതിൽ വിനോദിച്ചിട്ടുണ്ട്. ഒരു ആർട്ടിസ്റ്റ് ചിലപ്പോൾ വളരെ മണിക്കൂറുകളെടുത്ത് നല്ലൊരു പടം വരയ്ക്കുന്നത്ര സമയം അതിൽ വിനോദിക്കുകയാണ്. വരച്ചു കഴിഞ്ഞാൽ ഒറ്റ കീറലാണ്, അത് ശരിയല്ല അല്ലേ? അപ്പൊ അവന്റെ വിനോദമായിരുന്നു അത്. അതുപോലെയാണ് ജഗദീശ്വരന്റെയും വിനോദമാണ് ഈ പ്രപഞ്ചം എന്ന് നമ്മൾ അറിയണം. അതായത് കൊച്ചുകുട്ടിക്ക് വീട് കെട്ടാൻ പല സാധനങ്ങൾ വേണ്ടി വന്നു, പക്ഷെ ജഗദീശ്വരന് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ഒന്നും വേണ്ട, ഒറ്റ വസ്തുവും പുറമേന്ന് വേണ്ട. ജഗദീശ്വരൻ തന്നെയാണ് മായയായി വന്നതും മായാവിയായി വന്നതും അതിൽ വിനോദിക്കുന്നവനും അതിനെ മാറ്റി മോക്ഷത്തിലേക്ക് എത്തിക്കുന്നവനും ഈശ്വരൻ തന്നെയാണ് എന്നിവിടെ പറയണം. ഒരു നടൻ വേഷം കെട്ടി ആടുമ്പോൾ എന്തിനാ ആടുന്നതെന്ന് ചോദിച്ചാൽ അവൻ ആനന്ദിക്കാനാണ്, മറ്റൊന്നിനുമല്ല അവൻ പല വേഷം സ്വീകരിച്ച് ആടുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ദൈവമെന്ന നടൻ ഇങ്ങനെ വേഷം കെട്ടി ആടുമ്പോൾ ആ ദൈവം എന്ന നടനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഈ പ്രപഞ്ചം എന്ന നാടകവേദിയെ നമുക്ക് ഒരു നാടകം കാണുന്ന ലാളിത്യത്തോടെ ആസ്വദിക്കാൻ സാധിക്കും. അതായത് ഒരു നടൻ വേഷം കെട്ടി ആടി വേഷം അഴിച്ചു മാറ്റുന്നത് രസിക്കാനാണ്. അതുപോലെ ദൈവം എന്ന നടനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നവർക്ക് ഈ പ്രപഞ്ചത്തെ ഒരു നാടക അഭിനയത്തിന്റെ രസത്തോടെ ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് അഹോ നാടകം നിഖിലവും. ഇപ്പോൾ അജിത് സാറ് ഇവിടെ ഇരിക്കുമ്പോൾ സാറ് ഇപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് വളരെ സാത്വികനായിട്ട് ഇരിക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ അതൊരു നാടകത്തിന്റെ ഒരു മുഖം മാത്രമാണ്. ഇനി ഇത് കഴിയുമ്പോൾ സാറിന്റെ ഉദ്യോഗങ്ങളിലേക്ക് വ്യാപകരാകുമ്പോൾ വേറൊരു മുഖമായിരിക്കും. അപ്പോൾ മറ്റൊരു വേഷം ധരിച്ചിരിക്കുന്നത്. ഇനി അമ്മയോട് സംസാരിക്കുമ്പോൾ ഒരു മകന്റെ ആ ഒരു അമ്മയുടെ വാത്സല്യം അനുഭവിക്കുന്ന ഒരു മകനായിട്ട് മാറും, അതൊരു മറ്റൊരു വേഷം. ഇപ്പൊ ഭാര്യയോട് സംസാരിക്കുമ്പോൾ അതിനപ്പുറം സ്നേഹവാത്സല്യമുള്ള ഒരു ഭർത്താവായിട്ട് മാറുന്നു. പുത്രനോട് സംസാരിക്കുമ്പോൾ മറ്റൊരു വേഷമാണ് അല്ലേ, ഒരച്ഛൻ്റെ. അപ്പോൾ അതുപോലെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ മറ്റൊരു വേഷം. അപ്പൊ എത്ര വേഷങ്ങളാണ് നമ്മളിവിടെ കെട്ടിയാടുന്നത്, ആലോചിച്ച് നോക്കൂ. ഈ നമ്മൾ തന്നെ വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി, എത്ര വേഷങ്ങളാണ് നമ്മൾ ഈ ലോക ജീവിതത്തിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഈ വേഷങ്ങൾ പലതാണെങ്കിലും അതിലെല്ലാത്തിലും ഇരുന്ന് ആടുന്ന ആട്ടക്കാരൻ ഒന്നു മാത്രമാണെന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ജന്നി നവരത്ന പഞ്ചരി പറഞ്ഞ മീനായതും മാനായതും നീ തന്നെ, നരിയായതും നരനായതും അല്ലെ, പർവ്വതമായതും പാമ്പായതും പക്ഷിയായതും എല്ലാത്തിനെയും അറിയുന്ന ഞാനായതും നീ തന്നെ എന്ന് പറയാൻ കാരണം എന്താ? എല്ലാത്തിൻ്റെയും ഉള്ളിലിരുന്ന് പ്രകാശിക്കുന്ന ആ സത്യം ഒന്ന് തന്നെ എന്നാണ് ആ പറഞ്ഞു വന്നത്. അതായത് ഭഗവാൻ വ്യാസൻ ബ്രഹ്മസൂത്രത്തിൽ പറയുന്നുണ്ട്, എന്താ പറയുക, ലോകവത്തു ലീലാ കൈവല്യം. അതായത് ഈ ലോകം ഭഗവാന്റെ ഒരു കളിയാണെന്ന് ബ്രഹ്മസൂത്രത്തിൽ വ്യാസഭഗവാനും പറയുന്നുണ്ട്. ലോകത്തിൽ കേവലം രസത്തിനായി വിനോദങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെയാണ് ഈശ്വരന് പ്രപഞ്ചവും. നമ്മളിപ്പോൾ ചെസ് കളിക്കാൻ പോയി, നമുക്ക് വിനോദമാണ് ആ ചെസ് കളി. നമ്മൾ നല്ല സിനിമ കണ്ടു, നമുക്കൊരു വിനോദമാണ്. നമ്മൾ ഫുട്ബോൾ കളിച്ചു, നമുക്ക് വിനോദമാണ്. അതുപോലെ വിനോദങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെയാണ് ഈശ്വരനും പ്രപഞ്ചമെന്ന് വ്യാസഭഗവാൻ ബ്രഹ്മസൂത്രത്തിൽ പറയുന്നു. ലോകവത്തു ലീലാ കൈവല്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സത്യദർശിയുടെ ഇപ്പറഞ്ഞ ജീവിത വീക്ഷണത്തോടു കൂടി നിന്നുകൊണ്ടാണ് ഗുരു സാമൂഹ്യ മണ്ഡലത്തിൽ പ്രവർത്തിച്ചത്. ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണെന്ന് എല്ലാവരും പറയില്ലേ, ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്, നവോത്ഥാന നായകനാണ് എന്നൊക്കെ. ഇനി ഈ ദൈവദശം പഠിച്ചതിന് ശേഷം നമ്മളാരും അതുമാത്രമാണ് ഗുരു എന്ന് പറയില്ല. കാരണം ഒരു സത്യദർശിയുടെ ജീവിത വീക്ഷണത്തെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് അതായി നിന്നുകൊണ്ട് സത്യത്തെ അറിഞ്ഞ് സത്യമായി നിന്നുകൊണ്ടാണ് ഗുരു സാമൂഹ്യ മണ്ഡലത്തിൽ പ്രവർത്തിച്ചത്. ഇവിടെ സമൂഹമായി നന്നാക്കി ഇവിടെ സമൂഹത്തെ സുസ്ഥിരമായി ഉറപ്പിക്കാനല്ല ഗുരു ചെയ്തത്. അതറിഞ്ഞ് ഉറച്ചവിടെ നിന്നിട്ട് വേണം അവന്റെ തൊട്ടടുത്ത പടിയായ നീ ആരെന്ന് അവനെ അറിയിക്കാൻ.
കയറി കിടക്കാൻ വീടില്ല, വീടുണ്ടെങ്കിലല്ലേ സ്വപ്നം കാണാൻ പറ്റുള്ളൂ, പുസ്തകം വായിക്കാൻ പറ്റുള്ളൂ, അല്ലേ? എന്ന് പറഞ്ഞ കണക്ക് അടിത്തറ ഉണ്ടാക്കി അവിടെ ചവിട്ടി നിന്നുകൊണ്ട് അതിനപ്പുറമുള്ള സത്യത്തെക്കുറിച്ച് പറഞ്ഞു തരാനാണ്, ധന്യരാക്കാനാണ് ഗുരു ഈ സമൂഹത്തെ നന്നാക്കിയത്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടു? ഒരു മേഖല മാത്രം ഗുരുവിൻ്റെ കണ്ടു, ബാക്കി അപ്പുറമുള്ളത് ഓരോരുത്തരുടെയും അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഗുരുവിനെ പറയുക. പക്ഷെ അതൊന്നുമല്ല ഗുരു. പൂർണ്ണമായ ഗുരുവിനെ അറിയാൻ ആർക്കാണ് ഈ ഏത് മനുഷ്യനാ ത്രാണിയുള്ളതെന്ന് ആലോചിച്ച് പോകാൻ. അപ്പോൾ ഇവിടെ പറയാണ്, നീയല്ലോ, അടുത്തത് പറയാണ്, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. അത് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് തീർന്നു. നീയല്ലോ മായയെ, അപ്പൊ മായയിൽ വിനോദിക്കുന്നവൻ നീ തന്നെയാണ് നമ്മൾ വിശദീകരിച്ചു. ഇനി പറയാണ്, മായയെ നീക്കിയിട്ട് സായുജ്യം എന്ന് പറഞ്ഞാൽ മോക്ഷം എന്നർത്ഥമാണ്. അതായത് ദൈവത്തിലേക്ക് മുക്തി എന്നർത്ഥം പറയാം. ദൈവവുമായി ഐക്യം പ്രാപിക്കുക, സായുജ്യം. ജീവാത്മ പരമാത്മ ഐക്യം, ഒന്നായി യോജിക്കുന്ന അനുഭവം. നാമും ദൈവവും ഒന്നായി പോകുന്നു എന്ന് നേരത്തെ പറഞ്ഞ് ആ ഒരു അനുഭവത്തിനെയാണ് സായുജ്യം എന്ന് പറയാം. അപ്പോൾ സാധാരണ ഭക്തരായ നമ്മളൊക്കെ എത്തി നിൽക്കുന്നത് ദൈവത്തിനെ കാണാൻ പോവും, സാലോക്യം. ദൈവത്തിനെ അടുത്ത് നിന്ന് കാണും, സാമീപ്യം. ദൈവം തന്നെയാണ് താനെന്നൊക്കെ അറിയും. പക്ഷെ സായുജ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഇതിൻ്റെയൊക്കെ അപ്പുറം കടക്കണം. ഇവിടെയൊക്കെ ദ്വൈതമുണ്ട്. സാലോക്യത്തിലും സാമീപ്യത്തിലും സാരൂപ്യത്തിലുമൊക്കെ ദ്വൈതമുണ്ട്. ഭക്തനും ഭഗവാനും രണ്ടാണ്. പക്ഷെ സായുജ്യത്തിലെത്തുമ്പോൾ ഭക്തൻ ഭഗവാനായി മാറുക. ഇതൊക്കെ എന്തിനാ പറയണതെന്ന് വെച്ചാൽ, ഈശ്വരൻ ഇരിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് എന്നാണ്. നമ്മളിൽ തന്നെയുള്ള ഈശ്വരീയതയെ പ്രോജ്വലിപ്പിക്കാനുള്ള മഹാമന്ത്രങ്ങളാണ് ഇതൊക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നിന്നിൽ അസ്പന്ദമാകണമെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഈ അസ്പന്ദമാകൽ സമം സായുജ്യം. ചലനം നിർത്തിയാൽ, ഓട്ടം നിർത്തിയാൽ പിന്നെ ഈശ്വരനെ അറിഞ്ഞു എന്നർത്ഥം. ഓട്ടം നിർത്തുക മീൻസ് മനസ്സ് സ്പന്ദനം ഉപേക്ഷിച്ചാൽ, ചിന്തകൾ ഉപേക്ഷിച്ചാൽ, സങ്കല്പങ്ങൾ ഉപേക്ഷിച്ചാൽ, വാസനകൾ ഉപേക്ഷിച്ചാൽ അസ്പന്ദമായി. അത് തന്നെയാണ് സായുജ്യം. അപ്പോൾ അതിന് നമ്മെ പ്രാപ്തനാക്കുന്നത് ദൈവമാണ്. ഈ സായുജ്യത്തിന് നമ്മെ പ്രാപ്തമാക്കുന്നത് ദൈവമാണ്. അതിന് ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് കൂടിയേ തീരും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പറഞ്ഞു, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. ആര്യൻ എന്ന പദത്തിന് ഗുരുവെന്നും ശ്രേഷ്ഠനെന്നും പ്രാപിക്കപ്പെടേണ്ടവനെന്നും ഒക്കെ അർത്ഥമുണ്ട്. അപ്പോൾ അതായത് മായയെ ഉണ്ടാക്കുന്ന അതേ സത്യപ്രകാശം തന്നെയാണ് ഞങ്ങളിൽ എന്താ പറയുക, വിവേക അനുഭൂതി ഉണ്ടാക്കി നിന്നിലേക്ക് എത്തിക്കുന്നത്. മായയെ ഉണ്ടാക്കി കാണിച്ച അതേ പൊന്നു തമ്പുരാൻ തന്നെയാണ് ഞങ്ങളിലേക്ക് ആ മായയെ നീക്കുക അനുഭൂതിയെ ഉണ്ട്, സത്യാനുഭൂതിയെ പ്രദാനം ചെയ്തിട്ട് നിന്നിലേക്ക് എത്തിക്കുന്നത് എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഏതാണ് 5ഉം 6ഉം പിന്നെ ശ്ലോകങ്ങൾ ചേർത്ത് മനസ്സിലാക്കണം. അതിലും നിറഞ്ഞിരിക്കുന്നത് ദൈവമാണെങ്കിൽ നാം കാണേണ്ടത് ദൈവത്തെ തന്നെയല്ലേ ആണ്. പക്ഷെ നാം അത് മറന്നു പോകുന്നു. നാം ദൈവമാണെന്ന് നാം മറന്നിരിക്കുകയാണ്. ഈ പുറത്ത് കാണുന്ന ശക്തിവിശേഷവും ദൈവത്തിൻ്റെ ആണെന്ന് നാം മറന്നിരിക്കുകയാണ്. അതാണ് മായ. അപ്പോൾ നമ്മൾ മായയിൽ പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. ഈ തിരിച്ചറിവുണ്ടായ രക്ഷപ്പെടൽ അപ്പോൾ തുടങ്ങും. ഇതൊക്കെ വെറും പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മിഥ്യാത്വമാണ് എന്ന് കേൾക്കുമ്പോൾ തോന്നിയാൽ നീ മായയിൽ നിന്ന് മോചിതനായിട്ടില്ല എന്നർത്ഥം. അതായത് ഒരു മായാജാലക്കാരൻ്റെ അത്ഭുത വിദ്യയെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളെന്താ പിന്നെ അതിൽ ഭ്രമിക്കാത്തതുപോലെ ഈ പ്രപഞ്ചത്തിലെ സത്യത്തെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ പ്രപഞ്ച വസ്തുക്കളൊന്നും നമ്മളെ ദുഃഖിപ്പിക്കില്ല എന്ന സത്യം നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ ദൈവദശകത്തിൻ്റെ 6ാം ശ്ലോകം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഒന്നുകൂടെ ആശയം ചേർത്ത് പറഞ്ഞുകൊണ്ട് ഇവിടെ പൂർണ്ണമാകുകയാണ്.